വ്യവസായ പ്രമുഖൻ എം.എ. യൂസഫ് അലിയുടെ പ്രവാസ ജീവിതം ഇന്ന് 50 കൊല്ലം പൂർത്തിയാക്കുന്നു. മലയാളികൾക്ക് മൊത്തം അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ് ഈ കാലയളവിൽ യൂസഫ് അലി സ്വന്തമാക്കിയത്. ഒരുപക്ഷെ നമ്മൾ കേരളത്തിലിരുന്ന് ആലോചിക്കുന്ന പോലെയല്ല എം.എ. യൂസഫ് അലിയുടെ വ്യവസായ ആകാശം എന്ന് പറയുന്നത്. ലോകത്തിലെ 10-25 രാജ്യങ്ങളിൽ അദ്ദേഹം വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ ഓഫീസും അതേപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒക്കെ സ്വന്തമാക്കിയ ഈ നാട്ടികക്കാരൻ തീർച്ചയായിട്ടും മലയാളികൾക്ക് അഭിമാനമാണ്. വാണിജ്യ വ്യവസായ സേവന രംഗങ്ങളിലെ സംഭാവനകൾക്ക് ദേശീയവും അന്തർദേശീയവുമായ ഒട്ടേറെ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. നീണ്ട 5 പതിറ്റാണ്ടുകൾ അധ്വാനത്തിൻ്റെ ഫലമായിരിക്കാം എം.എ. യൂസഫ് അലി ഇന്ന് ലോകത്തറിയപ്പെടുന്ന നാട്ടികക്കാരൻ എം.എ. യൂസഫ് അലി അല്ല, യൂസഫ് അലി എം.എ. ആണ്. എല്ലാറ്റിനുമുപരി തികഞ്ഞൊരു മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം. പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ 15 കോടി രൂപ ചെലവഴിച്ചാണ് അദ്ദേഹം അമ്മമാർക്കായി വലിയൊരു മണിസൗധം ഒരുക്കുന്നത്. യൂസഫ് അലി എം.എ. തീർച്ചയായിട്ടും ഒരുപാട് കാരുണ്യങ്ങൾ ചെയ്യാനും മാനസികമായ താല്പര്യമുള്ള ഒരു വ്യവസായ പ്രമുഖനാണ്. താൻ ഉണ്ടാക്കുന്ന 50 ഡിഗ്രി ചൂടിൽ താൻ ഉണ്ടാക്കുന്ന പണം കേരളത്തിലെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് കൂടി അർഹതപ്പെട്ടതാണ് എന്നൊരു ചിന്തയിൽ നടക്കുന്ന ഒരു അപൂർവ ജനുസിൽപ്പെട്ടയാളാണ് എം.എ. യൂസഫ് അലി. ബോംബെ തുറമുഖത്ത് നിന്നും 1973 ഡിസംബർ 26 പുറപ്പെട്ട ധൂമ്ര എന്ന കപ്പലിന് മലയാളിയുടെ പ്രവാസ ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. നാട്ടിക എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു 19കാരനെയും കൊണ്ടാണ് 6 ദിവസത്തിന് ശേഷം ഡിസംബർ 31 ആ കപ്പൽ അന്ന് UAE തീരമണഞ്ഞത്. ജീവിതത്തിൽ ഉയരങ്ങളിലെത്തുമെന്ന ഉറച്ച വിശ്വാസവും അധ്വാനിക്കാനുള്ള മനസ്സും മാത്രമായിരുന്നു അന്ന് ആ യുവാവിൻ്റെ കൈമുതൽ. പിന്നീട് മലയാളി കണ്ടത് ചരിത്രം. റാഷിദ് പോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ അബുദാബിയിൽ വന്നു. അന്ന് ടൊയോട്ട ബ്ലൂ കളർ സ്റ്റൗട്ട് 21675 എന്നാണ് നമ്പർ. എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ആ ടൊയോട്ട പിക്കപ്പ് സ്റ്റൗട്ടിലാണ് ഇവിടെ വന്നത്. അന്ന് മുതലുള്ള ജേർണിയാണ്. ഇപ്പോൾ ഇവിടെ നിരക്കെത്തി ഒരു റിഗ്രറ്റില്ല. അന്ന് ഒറ്റവരിപ്പാത മാത്രമുണ്ടായിരുന്ന നാടായിരുന്നു UAE. ചൂടിൽ തിളച്ചുമറിയുന്ന ഈ നാട്ടിൽ ജോലി ആരംഭിച്ച യൂസഫ് അലിയുടെ മനസ്സു നിറയെ നല്ല നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. അതുവരെ മലയാളി ചിന്തിച്ചിട്ടില്ലാത്ത, നടക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ വഴികളും ആശയങ്ങളുമായിരുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലൂടെയുള്ള യാത്രയിലൂടെ താൻ അറിഞ്ഞതും പഠിച്ചതുമായ കാര്യങ്ങൾ കോർത്തിണക്കി അബുദാബിയിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച കച്ചവടമാണ് ഇന്ന് ഓരോ മലയാളിക്കും അഭിമാനമായി ലുലുവെന്ന പേരിൽ ഉയർന്നു നിൽക്കുന്നത്. നാൽപ്പത്തിയൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള 69,000-ത്തിലധികം ആളുകളാണ് ഇന്ന് ലുലുവെന്ന വലിയ തണലിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് റെവല്യൂഷണറി സ്റ്റെപ്പ് എന്ന് പറയാൻ ഒരുപാട് റിസ്കോട് കൂടിയിട്ടാണ് ഇവിടെ നമ്മളെത്തിയത്. കാരണം ഇപ്പോൾ വലിയൊരു ഷോപ്പിംഗ് മോൾ പണിതാൽ അത് നടക്കില്ലെന്ന് അറിയില്ലോ. നടന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പക്ഷെ അത് ഞാൻ ചിന്തിച്ചില്ല. നടക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ്. ബിസിനസ്സുകാരൻ എന്നതിലുപരി ഓരോ മലയാളിക്കും സ്നേഹത്തിൻ്റെയും കരുണയുടെയും പര്യായം കൂടിയാണ് ഇന്ന് യൂസഫ് അലി. എത്രയോ സാധാരണക്കാരാണ് ഈ കാലയളവിനിടയിൽ ഈ മനുഷ്യൻ്റെ സ്നേഹത്തണലിൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. അതെ, കഠിനാധ്വാനവും അർപ്പണബോധവും സത്യസന്ധതയും സഹജീവി സ്നേഹവുമാണ് ജീവിത വിജയത്തിൻ്റെ കൃത്യമായ ഫോർമുല എന്ന് തൻ്റെ ജീവിതം കൊണ്ട് പറഞ്ഞു തരികയാണ്
MA യൂസഫ് അലി. എന്തെങ്കിലും ആവണം, അല്ലാതെ വെറുതെ ഇന്നും ഞാൻ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. ഈ പ്രായത്തിലും ഞാൻ വെറുതെ ഇരിക്കുന്നൊരു പരിപാടിയില്ല. ടൈമിനോട് ഓഫീസിൽ വരും, ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വീണ്ടും വരും. എന്നിട്ട് ഇവരൊക്കെ പോയാലും ഞാൻ ഇരിക്കും. കാരണം പണി ചെയ്യണല്ലോ. കാരണം അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല. ഞാൻ മടിയനല്ല, ഞാൻ അധ്വാനിയാണ്. അപ്പോൾ അധ്വാനിക്കണം എന്ന് തന്നെയാണ് കാലത്ത് മുതൽ. രാത്രി ഞാൻ പ്ലാൻ ചെയ്യും, നാളെ എന്താ പരിപാടി. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, അദ്ദേഹം ഇരിക്കാറില്ല, അധ്വാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു. കഠിനാധ്വാനത്തിൻ്റെ വിജയമാണ് ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണലും ലുലു ഗ്രൂപ്പ് ഇന്ത്യയും അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. അദ്ദേഹം ഞാനുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബിസിനസ് വിജയത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് 10 പൈസ അങ്ങോട്ട് ഇടാൻ പറ്റാത്ത, അതായത് അദ്ദേഹത്തിന് അറിവില്ലാത്ത ഒരു ബിസിനസ്സും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യില്ല. അദ്ദേഹത്തിന് ഈ വിമാനം നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങാനായിട്ട് ഒരു സംഘം ആൾക്കാർ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. ഏതാണ്ട് 15,000 കോടി മുടക്കുമുതലാണ്. അതൊക്കെ യൂസഫ് അലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് അഫോർഡബിളാണ്. എന്നാലും അദ്ദേഹം തുടങ്ങിയില്ല. കാരണം വിമാന നിർമ്മാണം അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന, അദ്ദേഹം പറയുന്നത് പയർ കച്ചവടവും അതുപോലെ തന്നെ ഈ കച്ചവടമൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നത്. അപ്പോൾ കച്ചവടത്തിൽ അദ്ദേഹത്തിന് പ്രാഗൽഭ്യമുള്ള അനുഭവ സമ്പത്തുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ കഠിനാധ്വാനത്തിൻ്റെ വഴിയിലൂടെ, സത്യസന്ധമായ വഴിയിലൂടെ അദ്ദേഹം വിജയങ്ങൾ കൊയ്ത് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യം നേരുന്നു. മാത്രവുമല്ല, നിങ്ങൾക്കറിയുന്നത് പോലെ ഗൾഫ് നാടുകളിലും വിദേശ നാടുകളിലും ഒക്കെ തന്നെ ഏതെങ്കിലും ഒരു മലയാളിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന, അതിര് മായ്ച്ച, ഇന്ത്യയുടെ അതിര് തന്നെ മായ്ച്ചു കളഞ്ഞ ഒരു മലയാളിയാണ്, വിശ്വപൗരനാണ് ഇപ്പോൾ MA യൂസഫ് അലി. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധമായ ആശംസകളും. അദ്ദേഹത്തിൻ്റെ അരനൂറ്റാണ്ട് കാലത്തെ സമ്പന്നമായ അനുഭവങ്ങൾ അത് മലയാളികളുടെ വളർച്ചയ്ക്ക് അദ്ദേഹം സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ആയുരാരോഗ്യങ്ങളും നേരുന്നു. 24-ൻ്റെ ആശംസകൾ.